ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 3. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ശ്രീഹരേ നമഃ. ആചാര്യ തവ, അല്ലയോ ഗുരു, അങ്ങയുടെ ശിഷ്യേണ ധീമത, ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രേണ, ദ്രുപദപുത്രനായ പാണ്ഡുപുത്രാണാം ഏതാം ചമും, പാണ്ഡുപുത്രരുടെ ഈ സേനയെ മഹതീം, മഹത്തായ പശ്യ, കണ്ടാലും, അല്ലയോ ഗുരു, ബുദ്ധിശാലിയും അങ്ങയുടെ ശിഷ്യനുമായ ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നനെ കൊണ്ട് അണിനിരത്തപ്പെട്ട പാണ്ഡവരുടേതായ ഈ വലിയ സേനയെ അവിടുന്ന് നോക്കിയാലും, ദ്രുപദനും ദ്രോണരും പണ്ട് ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. എന്നാൽ ദ്രുപദൻ പാഞ്ചാല രാജ്യത്തെ രാജാവാണ്. ദ്രുപദൻ്റെ മകനാണ് ദൃഷ്ടദ്യുമ്നൻ. പഠിത്തം കഴിഞ്ഞപ്പോൾ തൻ്റെ ദാരിദ്ര്യത്തിന് പോംവഴി കാണാനായി ദ്രോണർ ദ്രുപദനെ സമീപിക്കുകയുണ്ടായി. എന്നാൽ ദ്രുപദനാകട്ടെ ദ്രോണരെ അധിക്ഷേപിച്ചയച്ചു. ദ്രോണർ ഈ അധിക്ഷേപത്തിന് പകരം വീട്ടാൻ കൊതിച്ചു. ബ്രാഹ്മണനാണെങ്കിലും പരശുരാമ ശിഷ്യത്വം നേടി ആയുധവിദ്യയിൽ ഒന്നാമനായി തീർന്ന ദ്രോണർ ഹസ്തത്തിനപുരത്തിലെത്തി ഭീഷ്മരെ പ്രസാദിപ്പിച്ചു. അങ്ങനെ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ദ്രോണർ അസ്ത്രവിദ്യ പഠിപ്പിച്ചു. ഗുരുദക്ഷിണയായി ദ്രുപദനെ പിടിച്ചുകെട്ടി തൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ശിഷ്യന്മാരോട് ദ്രോണർ ആവശ്യപ്പെട്ടു. കൗരവർ ദ്രുപദനോട് യുദ്ധം ചെയ്തു, തോറ്റുമടങ്ങി. എന്നാൽ അർജുനൻ ദ്രുപദനെ ബന്ധിച്ചു ദ്രോണന്റെ മുമ്പിൽ സമർപ്പിച്ചു. എന്നാൽ ദ്രുപദനെ ക്ഷമ നൽകി പൗതിരാജ്യം തിരിച്ചു കൊടുത്ത് ദ്രോണ സുഹൃത് ബന്ധം വീണ്ടും സ്ഥാപിച്ചു. ക്ഷത്രിയനായ ദ്രുപദന് വൈരാഗ്യബുദ്ധി ശമിച്ചില്ല. തൻ്റെ അപമാനത്തിന് കാരണക്കാരനായ ദ്രോണരോട് പകരം വീട്ടാൻ ദ്രുപദൻ അവസരം പാർത്തു. അപ്രകാരം ദ്രോണരെ വധിക്കാൻ കരുത്തുള്ള ഒരു പുത്രനു വേണ്ടിയും അർജുന് വിവാഹം ചെയ്തു കൊടുക്കാൻ തക്ക വിധമുള്ള ഒരു പുത്രിക്ക് വേണ്ടിയും ദ്രുപദർ ബ്രാഹ്മണരെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിച്ചു. തുടർന്ന് അഗ്നിമധ്യത്തിൽ നിന്നും ദൃഷ്ടദ്യുമ്നനും യജ്ഞവേദിയുടെ മധ്യത്തിൽ നിന്നും കൃഷ്ണ പാഞ്ചാലിയും ജാതരായി. ദൃഷ്ടദ്യുമ്നന്റെയും പാഞ്ചാലിയുടെയും ജനരഹസ്യം ലോകർക്കൊക്കെയും അറിവുള്ളതാണ്. ദ്രോണർക്കും ഇക്കാര്യം നല്ലതുപോലെ അറിയാം. ദ്രോണരുടെ അറിവിനെ വീണ്ടും ഓർമ്മിപ്പിക്കാനും അങ്ങനെ ഒടുവിൽ ഗുരുവിൽ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനുമാണ് ദൃഷ്ടദ്യുമ്നനെ ദ്രുപദപുത്ര ശബ്ദം കൊണ്ട് ദുര്യോധനൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ദുര്യോധനന്റെ വക്രബുദ്ധി ഇവിടെ വെളിപ്പെടുത്തുന്നു. ദ്രോണരുടെ ശിഷ്യനാണ് ദൃഷ്ടദ്യുമ്നൻ. ദ്രുപദനോട് സഖ്യം ചെയ്ത ദ്രോണർ സുഹൃത് പുത്രനെ തൻ്റെ വാസസ്ഥാനത്ത് തന്നെ പാർപ്പിച്ച് അസ്ത്രവിദ്യ അഭ്യസിച്ചിരുന്നു. തൻ്റെ മരണ കാരണം ആണെന്നറിഞ്ഞിട്ട് പോലും ദ്രോണർ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ദൈവനിശ്ചയത്തെ തടുക്കുവാൻ ആർക്കും തന്നെ കഴിയില്ല. ദൃഷ്ടദ്യുമ്നന്റെ കൈകൊണ്ടാണ് തനിക്ക് മരണമെങ്കിൽ അത് ദ്രോണർ ശിരസാ വഹിക്കുന്നു. കാരണം സത്യപ്രതിജ്ഞ ഉപേക്ഷിക്കുവാൻ ദ്രോണർ തയ്യാറല്ല. ഈ തീരുമാനത്തോടെയാണ് ദ്രോണർ ദൃഷ്ടദ്യുമ്നനെ അസ്ത്രവിദ്യ എല്ലാം പഠിപ്പിച്ചത്. എന്നാൽ ദൃഷ്ടദ്യുമ്നാകട്ടെ ഗുരു ശുശ്രൂഷ പരതനായി തന്നെ അസ്ത്രവിദ്യ ദ്രോണരിൽ നിന്നും അഭ്യസിച്ചു. പാണ്ഡവ സൈന്യത്തിൻ്റെ മഹത്വം അതിലുള്ള മഹാരഥന്മാരുടെ പേര് ചൊല്ലി വെളിപ്പെടുത്തി ദ്രോണരെ വീണ്ടും ഊർജ്ജസ്വലനാക്കുകയാണ് ദുര്യോധനന്റെ ലക്ഷ്യം. യുദ്ധത്തിനായി കുരുക്ഷേത്രത്തിൽ പാണ്ഡവർക്ക് 7 അക്ഷൗഹിണികളും കൗരവന്മാർ 11 അക്ഷൗഹിണികളുമാണ് നിരന്നിരുന്നത്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. ഹരി ഓം. ശ്രീ മൂർഖന്നൂർ ശ്രീഹരി തിരുമേനിജിയുടെ ശ്രീഹരി ഗീതയിൽ നിന്നും ഈ ശ്ലോകത്തെക്കുറിച്ചുള്ള പദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വന്ദനം ഹേ വിപ്രവര്യ മമ ഗുരോ നമസ്കാരം. അവിടുത്തെ ശിഷ്യനാകും ദ്രുപദപുത്രൻ ബുദ്ധിശാലിയായോരുവൻ
മഹനീയമാക്കി തീർത്ത പാണ്ഡവർത്തൻ സൈന്യവ്യൂഹം കാണുകയിപ്പോൾ. ശ്രീഹരേ നമഃ.